സ്റ്റുഡൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്താണെന്ന് പറഞ്ഞു അല്ലേ. അതായത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊരു ലാൻഡ് ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ മനോഹരമാക്കാൻ വേണ്ടി അത് കുറച്ചും കൂടി നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അത് ഏത് രീതിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഓർണമെൻ്റൽ ഫീച്ചേഴ്സുകളോ അല്ലെങ്കിൽ പ്ലാന്റിങ് ചെയ്തിട്ടോ എന്ത് ചെയ്യുന്നു ആ ഗ്രൗണ്ടിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നതിനെയാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിപ്പോൾ സാധാരണ ഒരു പ്രൈവറ്റ് സെക്ഷനിൽ വരാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടേഴ്സിൽ വരാം. ഇപ്പോൾ എല്ലാം ഇപ്പോൾ സാധാരണ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗാർഡനിങ് ചെയ്യുന്നു, അതൊരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറാണ്. അപ്പോൾ ഏതൊക്കെ ഫീൽഡൊക്കെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറായിട്ട് എടുക്കുന്നത് എന്ന് അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ ഒരു ക്യാമ്പസിൽ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹൈവേസിൽ, അല്ലെങ്കിൽ റിസർവോയർസ് ഡാംസ് ഒക്കെ വരുന്ന അവിടെ ഗാർഡനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറിൽ വരുന്നതാണ്. ഇപ്പോൾ അന്ന് ഡിസ്കസ് ചെയ്തത് ഡെഫിനിഷൻ പറഞ്ഞു ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രോജക്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ഇൻ ദി ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് ടേംസുകൾ, അതായത് എന്താണ് ഒരു സോഫ്റ്റ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഹാർഡ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ വാട്ട് ആർ ദി പ്രിൻസിപ്പിൾ, എന്താണ് ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പിങ്ങും അതേപോലെ തന്നെ ഹാർഡ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ് ദി വെജിറ്റേറ്റീവ് മെറ്റീരിയൽ വിച്ച് ആർ യൂസ് ടു ഇംപ്രൂവ് എ ലാൻഡ്സ്കേപ്പ് ബൈ ഡിസൈൻ. അപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു വെജിറ്റേറ്റീവ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അതായത് പ്ലാന്റ്സ് ആണ് ഉപയോഗിച്ച് ചെയ്യുന്നതെങ്കിൽ. ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വെച്ച് പിടിപ്പിക്കുന്നു, പ്ലാന്റിങ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ആ മെറ്റീരിയലിനെയാണ് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. വെജിറ്റേറ്റീവ് മെറ്റീരിയൽസ്, ഇപ്പോൾ ഒരു ലാൻഡിൽ വെജിറ്റേറ്റീവ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെയാണ് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. പ്ലാന്റ് മെറ്റീരിയൽസ് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദി സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ്. സെക്കൻഡ് പോയിന്റ് അതാ പറയുന്നത്, ദാറ്റ് പ്ലാന്റ് മെറ്റീരിയൽ ഇസ് നോൺ ആസ് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ്. സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സുകളെയാണ് അവിടെ സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് അക്വാട്ടിക് പ്ലാന്റ്സ്. അത് ആ പ്ലാന്റ് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ തരം പ്ലാന്റ് എന്നൊന്നുമില്ല, അതിപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സ് ആയിരിക്കാം, വെള്ളത്തിൽ മാത്രമുള്ള പ്ലാന്റ്സുകളായിരിക്കും അക്വാട്ടിക് പ്ലാന്റ്സ് ആയിരിക്കാം, ഓർ ഇഫ് ഇറ്റ് ഈസ് എ സെമി അക്വാട്ടിക് പ്ലാന്റ്സ്, അതായത് വെള്ളത്തിലും അതേപോലെ ലാൻഡിലുമുള്ള സെമി അക്വാട്ടിക് പ്ലാന്റ്സ് ആയിരിക്കും, ഓർ ഇറ്റ് മേ ബി എ ഗ്രാസസ്, പുല്ലുകളായിരിക്കാം, അല്ലെങ്കിൽ ഷെർബ്സ്, കുറ്റിച്ചെടികളായിരിക്കാം, ഓർ ട്രീസ്. ഇതെല്ലാം തന്നെ നമുക്ക് ഏതിനകത്ത് കണക്കൂട്ടാം, ഒരു സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് എന്ന് പറയാം. And it change and evolve constantly as they grow and adapt to climate and other conditions. പക്ഷേ എന്താണ്, നമുക്ക് എല്ലാ സമയത്തും ഇപ്പോൾ ഒരു ചെറിയൊരു ചെടി വെച്ചു അത് എല്ലാ സമയത്തും അതേപോലെ തന്നെ ഇരിക്കും, അത് ഗ്രോത്ത് സംഭവിക്കും അല്ലേ, അത് ചേഞ്ച് ചെയ്യാം. അതായത് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രാജുവലായിട്ട് ക്രമേണ അതിൽ മാറ്റങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് സംഭവിക്കുന്നു. കാരണം എന്താണ്, അത് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഒരു ചെടി ഉണ്ടാവുന്നത് അല്ലേ, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ക്ലൈമറ്റിനും മറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് അതെന്ത് ചെയ്യുന്നു, അവിടെ അഡാപ്റ്റ് ചെയ്ത് ചേഞ്ചസ് സംഭവിക്കുന്നു. ആ ഒരു സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നതിൽ വരുന്ന ഈ പ്ലാന്റ്സുകൾക്ക് എന്നാ പറയുന്നത്. എന്താണ് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന വെജിറ്റേറ്റീവ് മെറ്റീരിയൽസുകളെയാണ് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാന്റ്സുകളാണ്. പ്ലാന്റ്സിനെയാണ് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അതിപ്പോൾ അക്വാട്ടിക് പ്ലാന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സെമി അക്വാട്ടിക് പ്ലാന്റ്സ് ആയിരിക്കാം, ഓർ ഇറ്റ് മേ ബി ഗ്രാസസ്, ഷെർബ്സ്, ട്രീസ് ഓർ എക്സെട്ര എന്ന് പറയുന്നത്. അത് മാറ്റങ്ങൾ സംഭവിക്കുന്നു ചേഞ്ചസ് അനുസരിച്ച്, ക്ലൈമറ്റിനും മറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് അതെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് സംഭവിക്കുന്നു പ്ലാന്റ്സുകൾക്ക്, അത് വളർച്ച ഉണ്ടാകും അല്ലേ. അപ്പോൾ അതാണ് ചേഞ്ചസിന് വിധേയമാകുന്നു എന്ന് പറയുന്നത്. ഹാർഡ് ലാൻഡ്സ്കേപ്പ്. ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ വിച്ച് ആർ യൂസ് ടു ഇംപ്രൂവ് എ ലാൻഡ്സ്കേപ്പ് ബൈ ഡിസൈൻ. ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ലാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ഹാർഡ് ലാൻഡ്സ്കേപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് ബ്രിക്സ്, ഗ്രേവൽ, സാധാരണ ബ്രിക്കുകൾ, ഗ്രേവൽസുകൾ, ചില കല്ലുകൾ എന്ന് പറയും, റോക്ക് അല്ലെങ്കിൽ സ്റ്റോൺ, കോൺക്രീറ്റ്, ടിമ്പർ,
ഗ്ലാസ്, മെറ്റൽസ് എക്സെട്ര. ഇതെല്ലാമാണ് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ് നമ്മളൊരു ലാൻഡിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെറ്റീരിയൽസിനെയാണ് ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ ഡിസ്ക്രൈബ് ദി ഔട്ട്ഡോർ ഫർണിച്ചർ ആൻഡ് അതർ പ്രോഡക്റ്റ്. അത് ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ പുറത്ത് വയ്ക്കുന്ന ഫർണിച്ചേഴ്സുകളോ അല്ലെങ്കിൽ മറ്റ് പ്രോഡക്റ്റുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഏതിനകത്ത് പെടുന്നു? ഒരു ഹാർഡ് ലാൻഡ്സ്കേപ്പിനകത്ത് വരുന്നതാണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസുകളെല്ലാം തന്നെ ഒരു ഹാർഡ് ലാൻഡ്സ്കേപ്പുകളാണ്. ഹാർഡ് ലാൻഡ്സ്കേപ്പ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് എഫക്റ്റ് ഓൺ ദി എൻവയറോൺമെൻറ്റ്. അതിന് ഡിഫറെൻറ്റ് എഫക്റ്റ് ആയിരിക്കും. കാരണം അതെന്താണ്, കുറച്ചും കൂടി അവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി അതെന്ത് ചെയ്യുന്നു, ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലാൻഡിൽ പ്ലാന്റ്സ് മാത്രമല്ല, അതിൽ കൂടുതൽ എക്സ്ട്രാ കുറേ വർക്കിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഇപ്പോൾ ബ്രിക്ക് വെച്ചിട്ടൊരു ഒരു നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുട് പാത്ത് പോലെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് റോക്കുകളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഈ പ്ലാന്റ്സിന് ചുറ്റുമൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതെന്താണ്, ഇപ്പോൾ ഗാർഡനിങ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മെറ്റീരിയൽസ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ലാൻഡിനെ എന്ത് ചെയ്യുന്നു, മനോഹരമാക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസുകളെയാണ് ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ആൻഡ് പേയ്മെൻറ്റ് വിച്ച് ഈസ് എ ഹാർഡ് സ്കേപ്പിംഗ് പ്രിവെൻറ്റ് വാട്ടർ ഫ്രം സോക്കിങ് ഇൻ ടു ദി സോയിൽ. അപ്പോൾ പേയ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇടുന്നു എന്ന് വിചാരിക്കാം. നടക്കുന്ന ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽസ് ഉപയോഗിച്ച് ജസ്റ്റ് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, മണ്ണിനുള്ളിലേക്ക് വെള്ളം താഴ്ന്നിറങ്ങുന്നില്ല അല്ലേ. ദിസ് ഇൻക്രീസിങ് റൺ ഓഫ് കൂടുതലായിരിക്കും, സർഫസിലൂടെ ഉണ്ടാകുന്ന റൺ ഓഫ് കൂടുതലായിരിക്കും, വിച്ച് ക്യാരി കണ്ടാമിനൻസ് ടു സ്ട്രീംസ്. അപ്പോൾ ഈ പറയുന്ന സർഫസ് റൺ ഓഫ് കൂടുതലാകുന്ന സമയത്ത് ധാരാളം കണ്ടാമിനൻസ് വേസ്റ്റുകളെല്ലാം സ്ട്രീംസിലേക്ക് ഒഴുകിപ്പോകുന്നു. വൈൽ പോറസ് മെറ്റീരിയൽസ് അലോ വാട്ടർ ടു സോക്ക് ഇൻ ടു ദി സോയിൽ. പക്ഷേ പോറസ് മെറ്റീരിയൽസുകളാണ് ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പേയ്മെൻറ്റിൽ പോറസ് മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം മണ്ണിനുള്ളിലേക്ക് താഴ്ന്നിറങ്ങുന്നു എന്ന് പറയാൻ പറ്റും. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ലാൻഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സ് ഉപയോഗിക്കണമെങ്കിൽ അതിനെന്ത് പറയുന്നു, സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നു. പ്ലാന്റ്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആ ലാൻഡ്സ്കേപ്പിന് എന്ത് പറയാം, സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയാൻ പറ്റും. ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസുകളായിട്ടുള്ള ഇപ്പോൾ ബ്രിക്ക്, ഗ്രേവൽ, റോക്ക്, സ്റ്റോൺ, കോൺക്രീറ്റ്, ടിമ്പർ, ഗ്ലാസ്, മെറ്റൽസ് ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ലാൻഡ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലാൻഡ്സ്കേപ്പിന് ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ മെറ്റീരിയൽസുകൾ അടങ്ങിയിട്ടുള്ള ആ ഒരു ഇതിനെയാണെന്ന് പറയുന്നത് ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി ഇപ്പോൾ ഒരു ഔട്ട്ഡോറിൽ ഇപ്പോൾ ഒരു ഫർണിച്ചർ വെച്ചിട്ടുണ്ട്, ഒരു ഫർണിച്ചേഴ്സ് വിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഈ പറയുന്ന ഹാർഡ് ലാൻഡ്സ്കേപ്പിൽ പെടുന്നതാണ് എന്ന് പറയാൻ പറ്റും. അത് ശരിക്കും എൻവിറോൺമെൻറ്റിൽ ഒരു ഡിഫറെൻറ്റ് എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റും ഹാർഡ് ലാൻഡ്സ്കേപ്പാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ പ്രിൻസിപ്പിളാണ്. എന്താണ് ലാൻഡ്സ്കേപ്പ് ഡിസൈൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ലാൻഡ്സ്കേപ്പ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആർ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ പ്രപ്പോർഷൻ. ഇപ്പോൾ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രപ്പോർഷനാണ്. പ്രപ്പോർഷൻ നമ്മൾ നേരത്തെ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇൻറ്റീരിയർ ഡിസൈനിൽ പറയുന്ന സമയത്തും അവിടെ നമ്മൾ ഇതേപോലെ ഒരു പ്രപ്പോർഷൻ, സ്കെയിൽ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്തു പ്രിൻസിപ്പിൾ. ഇവിടെയും ലാൻഡ്സ്കേപ്പിൽ പ്രിൻസിപ്പിളിൽ വരുന്നതാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിഫേഴ്സ് ടു ദി സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ റിലേഷൻ ടു ദി അതർ ഒബ്ജക്ട്സ് ഇൻ ദി ലാൻഡ്സ്കേപ്പ്. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ്, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് ആ ലാൻഡ്സ്കേപ്പിൽ മറ്റ് ഒബ്ജക്റ്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിലേറ്റ്സ് ടു ദി സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ റിലേഷൻ ടു ദി അതർ ഒബ്ജക്ട്സ് ഇൻ ദി ലാൻഡ്സ്കേപ്പ്. ലാൻഡ്സ്കേപ്പിലെ മറ്റ് ഒബ്ജക്റ്റുമായിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ്, ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിൽ ഒരു പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ചെറിയൊരു പ്ലാന്റ് ഉണ്ട്, ഇപ്പോഴത്തെ അതിനടുത്ത് തന്നെ ഒരു ട്രീ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ആ ട്രീൻ്റെ സൈസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിനാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു തിങ്ക് അബൌട്ട് ദി പ്രപ്പോർഷൻ ബിറ്റ്വീൻ ദി പ്ലാന്റ്സ് ആൻഡ് ഹാർഡ്സ്കേപ്പ്. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് വൺ ആണ്, പ്ലാന്റ്സും ഹാർഡ്സ്കേപ്പും തമ്മിലുണ്ടാകുന്ന ഒരു പ്രപ്പോർഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഒരു ലാൻഡിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് ഉപയോഗിച്ചു, മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ സൈസുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രപ്പോർഷൻ, അത് തമ്മിലുണ്ടാകുന്ന സൈസസ് തമ്മിലുള്ള ആ റിലേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അത് നമുക്ക് നല്ലൊരു പ്രപ്പോർഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് മെറ്റീരിയൽസും ഉപയോഗിച്ചു, പ്ലാന്റ്സ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ലാൻഡ് ഡിസൈൻ ചെയ്യണമല്ല, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈസ് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കണം. അപ്പോൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് മറ്റ് ആ ലാൻഡ്സ്കേപ്പിലെ വേറെ ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിനാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു
പ്ലാന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിൻ്റെ സൈസുകൾ തമ്മിലും ഒരു റിലേഷൻ അവിടെ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറയേണ്ടത്. അതാണ് പ്രപ്പോർഷൻ. നെക്സ്റ്റ് വൺ ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ ഇതിനകത്ത് ഒരു ബാലൻസിനെ കുറിച്ച് നമ്മൾ ഇന്റീരിയർ ഡിസൈനിൽ പഠിച്ചിട്ടുണ്ട്. ബാലൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ ഇറ്റ് റിഫേഴ്സ് ടു ദി ഓർഗനൈസേഷൻ, അതായത് എന്താണെന്ന് പറയാൻ ബാലൻസ് ഇൻ എ ലാൻഡ്സ്കേപ്പ്. എങ്ങനെയാണ് ഓരോന്നും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഒരു ബാലൻസ് എങ്ങനെയാണ് ക്രിയേറ്റ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പിനകത്ത് എന്നതാണ്. അപ്പോൾ ഓർഡർ ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ പ്ലേസ് ബൈ യൂസിങ് ദ മോർ ഫോർമൽ സിമെട്രിക്കൽ ബാലൻസ് ഓർ ദി ഇൻഫോർമൽ സിമെട്രിക്കൽ ബാലൻസ്. അതായത് ഓർഡർ നമുക്ക് അച്ചീവ് ചെയ്യാം. എങ്ങനെയാണെന്ന് പറയുന്നത്, ഓർഡർ നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? അപ്പോൾ ബാലൻസ് ആണെന്ന് പറഞ്ഞു. എങ്ങനെ ഒരു ലാൻഡിൽ എലമെൻസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന്. സിമെട്രിക്കൽ ബാലൻസ് നമുക്ക് അച്ചീവ് ചെയ്യാം. അത് സിമെട്രിക്കൽ ബാലൻസ് ഇപ്പോൾ ഒരു ഗാർഡൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇപ്പോൾ ഒരു പൂളുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ അതിൻ്റെ ഒരു 4 സൈഡ്സിലും ഇപ്പോൾ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരേ തരം ചെടികൾ വെച്ചു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരേ തരം ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഒരു സിമെട്രിക്കൽ ബാലൻസ് ആണ്. അതായത് വെക്കുന്ന ചെടികൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നതിൽ ഒരു ഫോർമലായിട്ട്, അതായത് ഒരു സിമെട്രി ഉണ്ട് എന്ന് പറയാൻ പറ്റും. സിമെട്രി ഉണ്ട് എന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെ ഒരു ഭാഗത്ത് നമുക്ക് ഗാർഡൻ്റെ ഒരു ഭാഗത്ത് എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് അതിൻ്റെ മറ്റൊരു സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അതൊരു സിമെട്രിക്കൽ ബാലൻസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ വെറുതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പലതരം ചെടികൾ വെറുതെ മിക്സ് ചെയ്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക ഒരു രീതിയിലല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അസിമെട്രിക്കൽ ബാലൻസ് ആയിരിക്കും. അപ്പം എങ്ങനെയാണ് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് നെക്സ്റ്റ് ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. എങ്ങനെ ഓരോ അവിടെ ഉപയോഗിച്ച ലാൻഡിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആയിക്കോട്ടെ മറ്റ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ അത് തമ്മിൽ എങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പം അത് ആ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു സിമെട്രിക്കൽ ബാലൻസും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു അസിമെട്രിക്കൽ ബാലൻസും ഉണ്ടാക്കാം. സിമെട്രിക്കൽ ബാലൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗാർഡൻ്റെ ഒരു ഭാഗത്ത് എങ്ങനെയാണോ നമ്മൾ ഈ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് അതേ ഒരു മിറർ ഇമേജ് പോലെ അടുത്ത അതർ സൈഡിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതൊരു സിമെട്രിക്കൽ ബാലൻസ് ആണെന്ന് പറയാം. അസിമെട്രിക്കൽ ബാലൻസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പ്രത്യേകത ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒന്നിവിടെ ഒന്ന് കാരണം അങ്ങനെ രണ്ട് സൈഡും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അതൊരു അസിമെട്രിക്കൽ ബാലൻസ് ആണ് എന്ന് പറയാൻ പറ്റും. അതാണ് ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the goal of repetition is to create a predictable and familiar patterns and sequences in the land. അതായത് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ക്രമം അല്ലെങ്കിൽ ഒരു ശ്രേണി ഉണ്ടാക്കുക അല്ലേ. അതായത് എങ്ങനെയാണ് അവിടെ ഒബ്ജക്റ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടു അച്ചീവ് ദിസ് ലാൻഡ്സ്കേപ്പ് ഡിസൈൻ എലമെൻറ്റ്സ് ഓഫ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് ത്രൂ ഔട്ട് ദി സ്പേസ്. അതായത് റിപ്പീറ്റായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഗാർഡൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരേ ഒരു ചെടി തന്നെ നമ്മൾ അഗെയിൻ റിപ്പീറ്റായിട്ട് ഒരു പല ഭാഗങ്ങളിലും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാം, ഒരു ക്രമമുണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഫോളോ ചെയ്യുന്നതിനെയാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ലാൻഡിലായിക്കോട്ടെ ഒരു ലാൻഡ്സ്കേപ്പിലായിക്കോട്ടെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഒരു റിപ്പീറ്റേഷൻ ഫോളോ ചെയ്യണം എന്നതാണ് അടുത്തൊരു പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ആ സ്പേസിനകത്ത് റിപ്പീറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റിപ്പീറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ അതെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു ഇടകലർന്ന് നമ്മളൊരു റിപ്പീറ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം നമ്മളൊരു ഗാർഡൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരേ തരം ചെടികൾ ഉപയോഗിച്ചു. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ കഴിഞ്ഞിട്ട് അത് പിന്നെയും അത് ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരു തരം എങ്ങനെ ഫോളോ ചെയ്യുന്നു, ആദ്യം കുറച്ച് ചെടികൾ വെച്ചു, പിന്നെ അതേപോലെ നെക്സ്റ്റ് ഒരു സെക്കൻഡ് ടൈപ്പ് വെച്ചു, പിന്നെ അടുത്തത് ഫസ്റ്റ് ടൈപ്പ് തന്നെ പിന്നെയും റിപ്പീറ്റായിട്ട് അടുത്തത് വയ്ക്കുന്നു. അങ്ങനെ ഒരു റെഗുലർ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. Principle unity. In landscape design, unity refers to the perceived sense that everything is connected as work together to create the whole, employing a design theme or a style which help you to achieve unity in your place. അതായത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിപ്പോൾ ലാൻഡ്സ്കേപ്പിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചാലും അവ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കണം. ഒരു പർട്ടിക്കുലർ ഒരു തീം അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിനോട് അവിടെ എന്ത് ചെയ്യുന്നു, സ്യൂട്ടബിൾ ആണ് എന്ന്
നല്ല ഒരു യൂണിറ്റി, ഒരു യൂണിഫോമിറ്റി നമുക്ക് ആ ഒരു ലാൻഡ്, ഒരു ഗാർഡൻ കാണുന്ന സമയത്ത് ഒരു യൂണിഫോമിറ്റി ഫീൽ ചെയ്യണം. അത് ഏത് തരം മെറ്റീരിയൽസ് ഉപയോഗിച്ചോട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഇന്നത് ഒരു പ്ലാന്റ് ഇന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് തമ്മിലൊരു യൂണിഫോമിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യണമെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യണം. കാണുന്ന സമയത്ത് ഒരു യൂണിഫോമിറ്റി, ഒരു ഐക്യം ഉണ്ടായിരിക്കണം എന്നതാണ് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് പറഞ്ഞത് പ്രപ്പോർഷനാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ് വേറൊരു ഒബ്ജക്റ്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, അതാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാം. അത് സിമെട്രിക്കൽ ബാലൻസ് നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു അസിമെട്രിക്കൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാം. റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുക, അതായത് റെഗുലറായിട്ട് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഫോളോ ചെയ്യുക എന്നതാണ് തേർഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് വൺ യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത് ഏത് തരം മെറ്റീരിയൽ ആ ലാൻഡിൽ ഉപയോഗിച്ചാലും അവ തമ്മിലൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഡിസൈൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ഹാർഡ് ലാൻഡ്സ്കേപ്പ് എന്താണെന്ന് പറഞ്ഞു. ദെൻ പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഈ പറയുന്ന ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കുകളെല്ലാം തന്നെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.